ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ആനന്ദജ്യോതി കണ്ണൂർ. ചെറിയൊരു ചാറ്റൽ മഴ കിട്ടിയ നല്ലൊരു സായാഹ്നമാണിത്. ഇത്തിരി തണുപ്പിലിരിക്കുകയാണ്. പിന്നെ എൻ്റെ മുടി കണ്ടോ? ഞാൻ കുറേ മുടി വളരാനുള്ള ടിപ്സൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു തന്നിരുന്നില്ലേ? ആ ടിപ്സിൽ ചിലതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് മുടി നന്നായി മുറ്റിത്തഴച്ച് വളർന്നു. പക്ഷേ അത് ചെയ്യാൻ കാര്യം ഈ കുമ്പിടി മുടി ഒന്ന് വളർന്ന് താഴോട്ട് തൂങ്ങിയെങ്കിൽ എന്ന് വിചാരിച്ചാണ്. പക്ഷേ അതൊക്കെ തേച്ചിട്ട് മുടി ഇങ്ങനെ അവിടെ തന്നെ വളർന്നിങ്ങനെ കുമ്പിടിയായി മാറുകയല്ലാതെ അത് താഴോട്ട് പോകുന്നില്ല. ഉയരങ്ങളിലേക്കേ ഉള്ളൂ യാത്ര. ശരി പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നുണ്ടല്ലോ എൻ്റെ 4th സ്റ്റേജ് കഴിഞ്ഞ് കണ്ടുപിടിച്ച ക്യാൻസർ ഒരു തവണ മാറി, 8 മാസത്തിനുള്ളിൽ രണ്ടാമതും വന്നു. എന്നിട്ട് വീണ്ടും ആ രണ്ടാമതും വന്നത് 95% മാറി ഉള്ള അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ഒരുപാട് മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ചെറിയ ചെറിയ വീഡിയോ ഇടുമ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ചിലർ കൺഫ്യൂഷൻ ഉള്ളതായിട്ട് അഭിനയിക്കുന്നു. ചിലർ ഒരാളെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഒന്ന് ആക്രമിക്കാനൊരു സന്ദർഭം കാത്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളതൊന്ന് മാറ്റാമല്ലോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഹോമിയോ ഡോക്ടറെ പരിചയപ്പെടുത്തിയിരുന്നു. അതെന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ഹോമിയോ മരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരുപാട് പേർ, എത്രയെന്ന് പറയാൻ പറ്റാത്തത്ര ആൾക്കാർ മെസ്സഞ്ചറിൽ, വാട്സപ്പിൽ, ഫോൺ കോളിലൂടെ ഒക്കെ നേരിട്ടും ഒക്കെ അന്വേഷിക്കുന്നതിന് ഒരു മറുപടി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ ഹോമിയോ ഡോക്ടറെ കണ്ടപ്പോൾ ഹോമിയോ ഡോക്ടർ ഉൾപ്പെടുന്ന പാർട്ട് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു കുഞ്ഞു വീഡിയോ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ എന്നെ സ്ഥിരമായി കേൾക്കുന്നവർക്ക് തീർച്ചയായും അത് മനസ്സിലാവുകയും ചെയ്യുമല്ലോ അതാണ് ആ വീഡിയോയുടെ ഉദ്ദേശ്യം. അതുകൊണ്ട് അതിൻ്റെ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതും ഇങ്ങനെയായിരുന്നല്ലോ. അതായത് ക്യാൻസർ മാറാൻ സഹായിച്ച ഹോമിയോ ചികിത്സയെക്കുറിച്ച് എന്നാണ്. സഹായിച്ച എന്ന് പറയുമ്പോൾ എന്താണ്? സപ്പോർട്ടായി നിന്നതെന്നല്ലേ? നമ്മളിപ്പോൾ ഒരു ജോലി ഒരാളെ സഹായിക്കുക എന്ന് വെച്ചാൽ എന്താണ്? മെയിനായിട്ട് ചെയ്യാൻ വേറൊരാളുണ്ടെന്നല്ലേ അർത്ഥം. പിന്നെ ആ വീഡിയോയിൽ ഞാൻ തുടങ്ങിയതും ഇങ്ങനെയാണെന്നാണ് ഓർമ്മ. അതായത് എനിക്ക് രണ്ടാമത് ലിംഫ് നോഡിൽ ക്യാൻസർ വന്നപ്പോൾ, അതായത് ആദ്യത്തെ ക്യാൻസർ കഥകൾ മൊത്തം പറയാമെന്ന് വെച്ചാൽ വീഡിയോ നീണ്ടു പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് രണ്ടാമത് ലിംഫ് നോഡിൽ ക്യാൻസർ വന്നപ്പോൾ പ്രധാനമായും കഴിച്ചത് ഹോമിയോ മരുന്നായിരുന്നു. ആ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് പ്രധാനമായിട്ട് മറ്റ് മരുന്ന് കഴിച്ചിരുന്നുവെങ്കിൽ പോലും അത് ഫലമില്ലാത്തതാണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ പ്രധാനമായും കഴിച്ചത് ഹോമിയോ മരുന്നായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീടെടുത്ത പെറ്റ് സ്കാനിൽ 95% എൻ്റെ ലിംഫ് നോഡ്സിലെ ക്യാൻസർ കുറഞ്ഞ്, അതായത് 2 സെൻറ്റിമീറ്റർ മുകളിലുണ്ടായിരുന്ന ക്യാൻസറൊക്കെ കുറഞ്ഞിട്ട് ഒരു ലിംഫ് നോഡിൽ 10 mm മാത്രമായി ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത പെറ്റ് സ്കാൻ ജൂണിൽ എടുക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യമാണ് ഞാനവിടെ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത് ക്യാൻസർ വന്നപ്പോൾ ഞാൻ പ്രധാനമായും കഴിച്ചത് ഹോമിയോ തന്നെയാണ്. അത് എനിക്കല്ലേ അറിയാവുന്നത്, ഞാനത് ഇവിടെ പറഞ്ഞിട്ടുമുണ്ടല്ലോ. അപ്പോൾ ആ വിഷയം, അങ്ങനെ ഒരു നന്ദി എനിക്കുള്ളത് കൊണ്ടും ഒരു അത്ഭുതം എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ടും അതിനെ സഹായിച്ച ഡോക്ടറോട് എനിക്കതിൻ്റെ നന്ദിയും ബഹുമാനവും ഒക്കെ കാണിക്കുകയായിരുന്നു. യാദൃച്ഛികമായി അദ്ദേഹത്തെ കിട്ടിയപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന പാർട്ട് മാത്രം ചേർത്ത് കൊണ്ടൊരു വീഡിയോ എടുത്തതാണ്. അതിന് ഞാനെന്തോ ഇല്ലാത്തത് പറഞ്ഞ പോലെ, അതുമാത്രമല്ല എൻ്റെ കാര്യങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നത് പോലെയാണ് ഓരോരുത്തർ പറയുന്നത്. എനിക്കറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് ഇതുവരെ കടന്നു വന്നതെന്ന് എനിക്കറിയാം, എൻ്റെ വീട്ടുകാർക്കറിയാം, എൻ്റെ തൊട്ടടുത്ത കൂട്ടുകാർക്കറിയാം, കുറേയൊക്കെ സ്കൂളിലുള്ള ആളുകൾക്കറിയാം, പ്രശാന്ത് ഡോക്ടർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എൻ്റെ ഓങ്കോളജിസ്റ്റാണ് പ്രശാന്ത് ഡോക്ടർ, MVRലെ പ്രശാന്ത് ഡോക്ടർ. അപ്പോൾ ഇതൊക്കെ പിന്നെ എല്ലാം ഞാൻ 1 by 1 ആയിട്ട് വീഡിയോ ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇല്ലാത്തത് പറയുമോ? എനിക്ക് തലയ്ക്ക് വട്ടുണ്ടോ? ഓരോരുത്തർ പറയുന്ന കേട്ടാൽ എനിക്ക് അതിൽ അത്ഭുതമൊന്നും തോന്നില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടും മനുഷ്യരുമായി ഇടപെടുന്നതുകൊണ്ടും എനിക്കറിയാം, ചില ആളുകൾ എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞാലും അതൊന്നും ശ്രദ്ധിക്കില്ല, കേൾക്കില്ല. ക്ലാസ്സിൽ അങ്ങനെയുണ്ട്. ഒരേ കാര്യം നമ്മളൊരു 10 പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്താലും പിന്നെ ഉണ്ടാവും ഒരു കുട്ടി പെട്ടെന്ന് ഈ വിഷയം ഇതുവരെ കേട്ടിട്ടില്ലാത്തതുപോലെ മാം അത് എന്താണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല, നമുക്ക് ക്ഷമ വേണം. മോനെ
മാം ഇത്ര സമയം അത് തന്നെയാണ് പറഞ്ഞത്. മോൻ എന്തായിരുന്നു, മോൻ എവിടെയാ പോയേ, മനസ്സുകൊണ്ട് എവിടേക്കോ എത്തിപ്പോയല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വീണ്ടും പറയാറുണ്ട്. ഞാനല്ല, മിക്കവാറും എല്ലാ അധ്യാപകരും പറയും. ചിലർ ക്ഷമ കേട്ട് എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയെന്ന് വരും, അത് വേറെ വിഷയം. അപ്പോൾ അതുമാതിരി എത്ര പ്രാവശ്യം പറഞ്ഞതും ശ്രദ്ധിക്കാത്തവരുണ്ട്. ആ വീഡിയോ ശരിക്ക് കേൾക്കാതെ ശ്രദ്ധിക്കാതെയുമാണ് കമൻ്റ് ഇടാൻ വന്നിരിക്കണം ഓരോരുത്തർ. അതൊരു തെറ്റായ പ്രവണതയല്ലേ? കാരണം എൻ്റെ പ്രൊഫൈലിൽ ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ കള്ളം പറയുന്നു എന്ന മട്ടിൽ വന്ന് പറയുക എന്ന് വെച്ചാൽ എനിക്കത് എന്തൊരു മനുഷ്യരാണ് ഇവരൊക്കെ എന്ന് തോന്നി. പിന്നെ എനിക്കിങ്ങനെ കുഞ്ഞുങ്ങളെയും ആളുകളെയും ഒക്കെ എത്ര പ്രായം ഉണ്ട്, പക്വതയുണ്ട് പ്രായമുണ്ട് എന്ന് കരുതിയിട്ട് പക്വത ഉണ്ടാവണമെന്നില്ല, ശരിയായ ശ്രദ്ധയോ കോൺസെൻട്രേഷനോ ഉണ്ടാവണമെന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഈ ആൾക്കാരെയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരുടെ കമൻറ്റിൻ്റെ ഉദ്ദേശം മനസ്സിലാവുന്നുണ്ട്. അതിലൂടെ ഒരാൾ ചാടിക്കയറിയിട്ട് എൻ്റെ പ്രൊഫൈൽ എടുത്തിട്ട് ഇവരെ എന്താണ് പ്രൊഫൈൽ ബ്ലോക്കാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ മറന്നുപോയില്ല, ആ വാക്ക് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഇവരെ റിപ്പോർട്ട് ചെയ്തിട്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം, പ്രൊഫൈൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നിരുന്നു. അയ്യോ സഹോദര, എന്നെ അറിയുന്ന ഒരുപാട് സത്യം ഞാൻ പറഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യർ എന്നെ മനസ്സിലാക്കുന്നവരുണ്ട് ഇവിടെ. അവരൊക്കെ എൻ്റെ കൂടെയുണ്ട്, അവർക്കറിയാം എന്നെ. ഞാൻ ഇല്ലാത്തൊരു കാര്യം എന്തിനു പറയണം. ഇനിയാണ് ഞാൻ എൻ്റെ ക്യാൻസർ യാത്രയെക്കുറിച്ച് പറയാൻ പോകുന്നത്. ഇവർക്ക് കൂടുതൽ വിശദീകരണം കൊടുത്തിട്ട് കാര്യമില്ല. ചിലരൊന്നും മാറാൻ തയ്യാറല്ല, അതൊന്നും ശ്രദ്ധിക്കാൻ തയ്യാറല്ല. എവിടെയും നെഗറ്റീവ് പറയുക, അല്ലെങ്കിൽ എവിടെയും കയറി ഇടപെടുക. പിന്നെ ആ പോസ്റ്റിൽ പറയുന്ന എന്താണോ അത് ശ്രദ്ധിക്കാതെ അവനവന് തോന്നുന്നത് പറയുക എന്നുള്ളതുണ്ട്. പിന്നെ വേറെ ചിലർ ഞാൻ പിടിച്ച മുയലിനെ 3 കൊമ്പ് എന്ന മട്ടിൽ അത് തെറ്റാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടി എന്തും പറയുന്നവർ. എൻ്റെ അനുഭവത്തേക്കാൾ വലുതായിട്ട് അവർ കാണുന്നത് അവരുടെ വിശ്വാസത്തെയാണ്. അവർ കാലങ്ങളായി അവരുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമാണ് ശരി എന്നങ്ങനെ അവർ വാദിക്കുന്നു. എൻ്റെ അനുഭവമല്ലേ ഞാൻ പറഞ്ഞത്, അതും എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ വോളിലാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് തെറ്റ് എന്നെങ്ങനെ പറയാൻ പറ്റും? എൻ്റെ അനുഭവം, ഞാൻ 5 പാരസിറ്റമോൾ എടുത്ത് കഴിച്ചിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ആ കഴിച്ച എനിക്കല്ലേ അറിയാവുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയാണ് ഞാൻ എൻ്റെ ക്യാൻസർ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ. തുടക്കം മുതൽ ഇപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ ക്യാൻസർ നടുവേദനയായിട്ട് തുടങ്ങിയ, ചിലപ്പോൾ വീഡിയോ നീണ്ടുപോയേക്കാം, ക്ഷമിക്കുക. ആവശ്യമുള്ളവർ മാത്രം കേട്ടാൽ മതി. കേട്ടിട്ട് കൊള്ളാമെന്ന് തോന്നുന്നെങ്കിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് കൊള്ളാമെന്നല്ല, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നടുവേദനയായിട്ട് വന്ന ക്യാൻസർ 6 മാസം ഇവിടെ കണ്ണൂരിൽ പല ഹോസ്പിറ്റലിലും കാണിച്ചു. ഞാൻ അങ്ങോട്ട് സ്കാനിങ് എടുത്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെ, അവർ കണ്ടുപിടിക്കാതെ 6 മാസം എൻ്റെ ക്യാൻസർ 4th സ്റ്റേജ് കഴിയുന്നത് വരെ വെറുതെ അലഞ്ഞു ഞാൻ. അത് കഴിഞ്ഞ് മംഗലാപുരത്ത് പോയി, അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്തു. അതിന് മുന്നേ ബേബി മെമ്മോറിയലിലെ മോഹനൻ ഡോക്ടർ ന്യൂറോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞു, സർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹമാണ് സ്കാൻ ചെയ്യാൻ ആദ്യമായിട്ട്, രണ്ടാമത് സ്കാൻ ചെയ്യാൻ സമ്മതം പറഞ്ഞ ഡോക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വായനയിൽ എനിക്ക് മനസ്സിലായി എനിക്ക് ക്യാൻസർ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ പിന്നീട് ഞാൻ മംഗലാപുരം പോകുന്നു. അവിടെ നിന്ന് ഡോക്ടർ, അദ്ദേഹത്തിൻ്റെ പേരെന്തായിരുന്നു, സോനാരിയോ, മലയാളി അല്ലാത്തൊരു ഡോക്ടർ, അദ്ദേഹമായിരുന്നു അവിടുത്തെ ഓങ്കോളജിസ്റ്റ്. അദ്ദേഹം നടത്തിയ പെറ്റ് സ്കാനിലാണ് ഇത് ബ്രസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, ബ്രസ്റ്റിൽ വെറും 2 സെൻറ്റിമീറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ബ്രസ്റ്റിന് സർജറി വേണ്ടി വന്നില്ല, ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ 2 സെൻറ്റിമീറ്റർ മാത്രമുള്ളത്, അത് പക്ഷേ ഒരു നല്ല കടുത്ത വിത്തായിരുന്നു. അതുകൊണ്ട് അത് ആന്തരിക അവയവ, ലിവറിലേക്ക്, ലങ്സിലേക്ക്, തൈറോയിഡിലേക്ക്, പ്രധാനമായും നട്ടെല്ലിലേക്കും കടന്നിട്ട് നട്ടെല്ലിൻ്റെ 3 വെർട്ടിബ്ര കൊളാപ്സായിപ്പോയി. കൊളാപ്സ് ഇങ്ങനെ തോണി പോലെയായിപ്പോയി, നമ്മൾ സ്ക്വയറായിട്ടിരിക്കുന്ന സംഭവം തോണി പോലെയായിപ്പോയി. കഴുത്തിൻ്റെ ഒരു വെർട്ടിബ്രയ്ക്കും അതേപോലെ തന്നെ പരിക്ക് പറ്റി. ആ കഴുത്ത് വേദനയൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ അവസ്ഥയിലാണ് എനിക്ക് ഈ കടുത്ത നടുവേദന ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മംഗലാപുരത്ത് നിന്ന് MVRൽ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അപ്പോൾ ഈ നടുവേദന തുടങ്ങിയപ്പോഴേ ഞാൻ ഹോമിയോ, എൻ്റെ വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ജലദോഷവും തൊണ്ടവേദനയൊക്കെയാണ് എനിക്ക് വരുന്നത്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ചികിത്സ ഹോമിയോ ആണ്.
എന്തുകൊണ്ടും അലോപ്പതി മരുന്നൊക്കെ കഴിക്കുമ്പോൾ ഒരു ക്ഷീണമൊക്കെ വരും. അതുകൊണ്ടായിരിക്കണം ഞാൻ ഹോമിയോയിലേക്ക് പോയത്. പിന്നെ അതിനേക്കാളുപരി ചുരുങ്ങി ജീവിക്കുന്ന, ഞാൻ മുന്നേ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഹോമിയോ ഡിസ്പെൻസറി, ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി ഉണ്ടായിരുന്നു ഇവിടെ. നല്ല കൊതുക് വന്നു വൈകുന്നേരമായപ്പോൾ. അപ്പോൾ ഈ ഹോമിയോ ഡിസ്പെൻസറിയിൽ കാണിച്ച് മരുന്ന് വാങ്ങി കഴിച്ച് ആ തൊണ്ടവേദനയോ ജലദോഷം അങ്ങ് മാറും. അതായിരുന്നു അവസ്ഥ. അപ്പോൾ അങ്ങനെ അറിയാവുന്നതാണ് ഉദയ് ശങ്കർ ഡോക്ടറെ. അദ്ദേഹം പിന്നീട് ലണ്ടനിലേക്ക് പോയി. അപ്പോൾ എനിക്ക് ഈ നടുവേദന വന്ന് അതൊക്കെ ഇടുന്ന സമയത്ത് അദ്ദേഹം നാട്ടിലില്ല, ലണ്ടനിലാണ്. എങ്കിലും അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ട് വാട്സപ്പിൽ മരുന്ന് അയച്ചു തന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴും അദ്ദേഹത്തെയും അറിയിക്കുന്നുണ്ട്. അപ്പോൾ MBRൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ കാര്യം അറിയാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ശരീരത്തെ ഒരു ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ക്യാൻസർ തിരിച്ചു വരാതിരിക്കാനും ഒക്കെ ഉള്ള മരുന്ന് എന്ന രീതിയിൽ ഹോമിയോ അതിൻ്റെ കൂടെ കഴിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ കാര്യമായ ട്രീറ്റ്മെൻറ്റ് MBR എന്ന് തന്നെ. 6 കീമോ എടുത്തു. ആദ്യം 5 റേഡിയേഷൻ എടുത്തപ്പോൾ നടുവേദന കുറഞ്ഞു കിട്ടി. അത് കഴിഞ്ഞ് 6 കീമോ ചെയ്തു. അതിന് മുമ്പ് ആ MBRലെ ഒരു സീനിയർ ഡോക്ടർ എൻ്റെ മോനെ വിളിച്ചിട്ട് ഇവരെ വെറും പെറ്റ് സ്കാൻ മാത്രമുള്ളപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മറ്റ് റിപ്പോർട്ടുകൾ പോലും നോക്കാതെ ഇവരുടെ ക്യാൻസർ 4th സ്റ്റേജ് കഴിഞ്ഞതല്ലേ, വലിയ ഹോപ്പൊന്നുമില്ല, കീമോ ചെയ്ത് നോക്കാം എന്നങ്ങനെ ഒരു വളരെ ലാഘവത്തോടെ എന്നെ അങ്ങ് മരിക്കാൻ വിടുകയാണ് എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ഡോക്ടറെ മാറ്റി കുറച്ചുകൂടെ അന്വേഷിച്ചപ്പോൾ പ്രശാന്ത് ഡോക്ടറെ എനിക്ക് തൃപ്തിയായിട്ട് തോന്നി. അദ്ദേഹത്തെ ഒരു തവണ ഞാൻ അവിടുന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രശാന്ത് ഡോക്ടറുടെ കീഴിലേക്കാണ് ഞാൻ കീമോയ്ക്ക് പോകുന്നത്. കീമോ തുടങ്ങുന്നു. ഡോക്ടർ വളരെ ആത്മവിശ്വാസം തന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് ഓങ്കോളജിസ്റ്റ് ഇൻ കേരള പ്രശാന്ത് ഡോക്ടർ വളരെ ആത്മവിശ്വാസം തന്നു. പിന്നെ നമുക്ക് ഒരു 2-3 മാസം സ്കൂളിൽ ലീവ് എടുക്കണം. പിന്നെ 6 കീമോ വേണ്ടി വരും. 6 കീമോയിൽ ശരിയാകുമെന്നാണ് വിശ്വാസം. പിന്നെ നിങ്ങൾ സ്കൂളിൽ ലീവ് പറഞ്ഞോളൂ, സാമ്പത്തിക ബാധ്യത വരും. കാരണം HER2 ER PR 3 പോസിറ്റീവ്, ട്രിപ്പിൾ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫെസ്ഗോ എന്ന് പറഞ്ഞൊരു US മെഡിസിനാണ് അതിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അപ്പോൾ ആ ഫെസ്ഗോയ്ക്ക് 2,78,000 രൂപയാണ് വില. അപ്പോൾ അതെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ചോദിച്ചു എത്ര കാലം? ലൈഫ് ലോങ്. അമ്മോ. അപ്പോൾ അവരുടെ കമ്പനിയായി ബന്ധപ്പെട്ടപ്പോൾ അന്നേരം ഒരു ഓഫർ ഉള്ളത് 9 എണ്ണത്തിന് കാശ് കൊടുത്താൽ പിന്നെ ഫ്രീ ആയി കിട്ടും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അതിനു മുമ്പേ ആശുപത്രിവാസവും റേഡിയോ തെറപ്പിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കന്നെ എനിക്ക് റേഡിയേഷനൊക്കെ കഴിഞ്ഞപ്പോഴേ തന്നെ ലക്ഷങ്ങളിങ്ങനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. ആകെ പേടിയാണ്. അപ്പോൾ ഈ എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സ്കൂളിൽ നിന്നും എൻ്റെ പബ്ലിക് ഫീൽഡിൽ പൊതുരംഗത്ത് ഞാൻ കുറച്ച് സോഷ്യൽ വർക്കിംഗ് ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, ആങ്കറിംഗ് ഉണ്ട്, സിനിമ അഭിനയമുണ്ട്, ഡബ്ബിംഗ് ഉണ്ട്, ആകാശവാണിയിലെ അനൗൺസറാണ്. ഇങ്ങനെ കുറച്ച് മേഖലകൾ എനിക്ക് ബന്ധമുണ്ടല്ലോ. അപ്പോൾ ആ മേഖലകളിൽ നിന്നൊക്കെയുള്ള സുഹൃത്തുക്കൾ എല്ലാവരും ഒത്തുചേർന്നിട്ട്, അതിൽ പുറമെ എൻ്റെ ക്ലാസ്മേറ്റ്സും എല്ലാവരും ഒത്തുചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആ ഗ്രൂപ്പ് ഒരു പബ്ലിക് അക്കൗണ്ട് തുടങ്ങി എനിക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഇരട്ടിയിലധികം എനിക്കിപ്പോൾ ചിലവായി കഴിഞ്ഞു. സത്യത്തിൽ ദൈവാനുഗ്രഹത്താൽ എങ്ങനെയൊക്കെയോ ഒത്തുപോകുന്നു. കുറച്ച് കടങ്ങളുണ്ട് എങ്കിൽ പോലും. വീട് പണിക്ക് കഴിഞ്ഞ ഉടനെ ആയതുകൊണ്ട് ആകെ താപ്പരായ സമയമായിരുന്നല്ലോ. അങ്ങനെയാണ് ഫെസ്ഗോ തുടങ്ങുന്നത്. ഇനി ഞാൻ പരമാവധി ചുരുക്കി പറയാം. ഫെസ്ഗോയ്ക്ക് 2,78,000 രൂപ. അപ്പോൾ 9 എണ്ണത്തിന് കാശ് കൊടുക്കണം. ബാക്കി ഫ്രീ ആണ്. ഫ്രീ എന്ന് വെച്ചാൽ ആ ഫെസ്ഗോ മാത്രം ഫ്രീ. ഫെസ്ഗോ ഫ്രീ ആണെങ്കിൽ പോലും ആ ഫെസ്ഗോ എടുക്കുന്നതിനും ഹോസ്പിറ്റൽ ഫീസ് ഈടാക്കുന്നുണ്ട്, നഴ്സിംഗ് ഫീസും മറ്റൊന്നും കൂടാതെ. ഇപ്പോൾ ഫ്രീ ആയിട്ട് ഫെസ്ഗോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 3 ആഴ്ച കൂടുമ്പോൾ പോയിട്ട് ആ ഫെസ്ഗോ എടുക്കുമ്പോഴും നമ്മളൊരു 4,000-5,000 രൂപയോ വേറെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ഉണ്ടോ അതിനും ഒക്കെ പൈസ ഒരുപാടാകും. പൈസയാണ് ഏറ്റവും വലിയ ദുഃഖം. വെളിച്ചം ദുഃഖമാണ് ഉണ്ണി എന്നല്ല, പൈസയാണ് എൻ്റെ ദുഃഖം ഉണ്ണി എന്നാണ്. എന്തായാലും എങ്ങനെ ഫെസ്കോ എടുത്തു, അതിൻ്റെ കൂടെ ഹോമിയോയും കഴിക്കുന്നുണ്ട്. അപ്പോൾ കീമോ അങ്ങ് തുടങ്ങിയപ്പോൾ എൻ്റെ മക്കളെ, എനിക്ക് തോന്നി മരിച്ചാൽ മതിയായിരുന്നു. മെൻ്റലി അല്ല, ഫിസിക്കലി എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു പോസ്റ്ററൊക്കെ ഇട്ടിരുന്നു, വേറെ എന്തെങ്കിലും ചികിത്സാ രീതികളുണ്ടോ ഫലപ്രദമായിട്ടുള്ളത് എന്ന്. അപ്പോൾ ആരൊക്കെയോ ചില വൈദ്യരുടെ മറ്റേ മറിച്ച് എല്ലാവരും പിന്നെ, പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം നിങ്ങൾ MBRൽ തന്നെ തുടരൂ എന്നുള്ളതാണ്. ഞാൻ MBRൽ തന്നെ തുടർന്നു. കീമോ അതിഭീകരമ പ്രശ്നമായിരുന്നു എനിക്ക്. അതിൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ എല്ലാം ഞാൻ ഒരു ചുരുക്കി എഴുതി. ഞാൻ അനുഭവിച്ചതിൻ്റെ 100-ൽ 1 അംശം മാത്രമേ എഴുതി ഫലിപ്പിക്കാൻ പറ്റുള്ളൂ.
പക്ഷേ എല്ലാവർക്കും കീമോ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. ചിലരുടെ കീമോ ഡോസ് കുറവായിരിക്കും. എനിക്ക് 4th സ്റ്റേജ് കഴിഞ്ഞ് അങ്ങ് സീരിയസ് ആയിപ്പോയതുകൊണ്ടാണ് ഇത്രയും ഹെവി ഡോസ് കീമോ തന്നത്. പിന്നെ അപ്പോൾ കീമോ കണ്ടിന്യൂ ചെയ്തു. ഓരോ കീമോ കഴിയും തോറും ഓരോ മരണം അതിജീവിച്ചാണ് ഞാൻ അടുത്ത കീമോയ്ക്ക് പോകുന്നത്. അങ്ങനെ ഒരു 4 കീമോ കഴിഞ്ഞപ്പോഴേക്ക് കാല് നീര് വെച്ച് വീർത്ത് മന്തുകാല് പോലെയായി. പിന്നെ ഇത് പുകച്ചിൽ തുടങ്ങി, അതൊക്കെയുണ്ട്. അതിന് മുന്നേ ഫസ്റ്റ് കീമോ കഴിഞ്ഞ മുതൽ എനിക്ക് കോൺസ്റ്റിപ്പേഷൻ ഭീകരമായി. അവിടെ നിന്ന് തന്ന മരുന്ന് ഫലിക്കുന്നില്ല. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഹോമിയോൻ്റെ മരുന്ന് ഈ മോഷൻ പ്രോബ്ലത്തിന് കഴിച്ചോട്ടെ എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ഹോമിയോ കൊണ്ട് പറ്റുമെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഹോമിയോ മരുന്ന് തന്നപ്പോൾ അതും മോഷന് ഫലിക്കുന്നില്ല. എന്നിട്ട് ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട് ഒരു റബി ഹാഷിം ആയുർവേദ ഡോക്ടർ, താണ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിലെ റബി ഹാഷിം ഡോക്ടറെ കോണ്ടാക്ട് ചെയ്തു. ഡോക്ടർ അപ്പോൾ എനിക്ക് അത് പൈൽസ് അല്ല, ഫിഷറിൻ്റെ അവസ്ഥയിലേക്ക് മാറിയിരുന്നു. അതായത് ടോയ്ലറ്റിൽ പോകുമ്പോൾ പ്രസവിച്ച സ്ത്രീകൾക്ക് അറിയാം പ്രസവ വേദന എന്താണെന്ന്. ഓരോ ടോയ്ലറ്റ് പോക്കും ഒരു പ്രസവ വേദനേൻ്റെ അത്രയും ബുദ്ധിമുട്ടും വേദനയുമായിരുന്നു. ഇത്രയ്ക്ക് വേദനയാണ് എന്നുവെച്ചാൽ വായ മുതൽ നാവ്, ചുണ്ട്, വായ മുതൽ വ്രണം പോലെ പഴുത്തു നിൽക്കുന്ന അവസ്ഥയിൽ കടുത്ത വേദന. അന്നനാളവും വയറും മുതൽ മലദ്വാരം വരെ വ്രണം പോലെ ആയിരിക്കുന്ന അവസ്ഥയാണ്. അതിന് പുറമെ ഈ ഫിഷറും. അപ്പോൾ അന്ന് ആയുർവേദ മരുന്നാണ് ഞാൻ ഇതിൻ്റെ കൂടെ കുടിച്ചത്. ആയുർവേദം കഴിക്കുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ത്രിഫല കഴിച്ചു. റബി ഡോക്ടർ അന്ന് എനിക്ക് ത്രിഫല തന്നു. ത്രിഫല വലിക്കാത്തപ്പോൾ ബൃഹത് ത്രിഫല തന്നു. ചില ദിവസം ലൂസ് മോഷനായിരിക്കും. അന്നേരം ഞാൻ കൂവപ്പൊടി തിളപ്പിച്ച് കഴിച്ചു. അതൊക്കെ ഫലം തന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു അലോപ്പതി മരുന്ന് കഴിക്കുന്നു എന്ന് വെച്ചാൽ അലോപ്പതിയിലൂടെ മാത്രം ഈ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് മാറ്റം കിട്ടുകയില്ല. ഒരു കൂട്ടം അസുഖങ്ങളാണ് ഈ ക്യാൻസറൊക്കെ വരുമ്പോൾ നമ്മളെ ആക്രമിക്കുന്നത്. അത്രയും അസുഖങ്ങളെ ചെറുക്കാൻ ഈ അലോപ്പതി മരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ തന്നെ മരുന്നുകൾ ഒരുപാടുണ്ട്. അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇതെങ്ങനെ അത് കഴിക്കണമെങ്കിൽ ഞാൻ വെള്ളം കുടിക്കണ്ടേ? ഇപ്പോൾ 5-10 ശരിക്കും ഒരു ഗുളികയ്ക്ക് 1 ഗ്ലാസ് വെള്ളം കുടിക്കണം. ഓരോ ഗുളികകൾക്ക് ഇടവേളയിൽ 10 മിനിറ്റ് സമയം വേണം എന്നൊക്കെയാണ് കണക്ക്. ഒരാളും അങ്ങനെയൊന്നും ചെയ്യില്ല. 5 ഗുളിക എടുക്കണേ, 5 എടുക്കും, ഒരുമിച്ച് വായിലിടും, 1 ഗ്ലാസ് വെള്ളം കുടിക്കും. ഇത് വളരെ തെറ്റാണ്. പക്ഷേ അങ്ങനെയൊക്കെ ആരാ ഇപ്പം നോക്കുന്നേ? അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു സ്പൂണിൽ വെള്ളം ഇറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. ഒന്നും ഇറക്കാൻ വയ്യ. ഈ തൊണ്ടയിലെന്തോ ഒരു മുള്ളുള്ള ഒരു പന്ത് ഈ തൊണ്ടയിലിട്ട് ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ എങ്ങനെയിരിക്കും? ചുറ്റും മുള്ളുള്ള ഒരു പന്ത്, അതിങ്ങനെ ഇവിടെ ഇട്ട് ഉരുട്ടുന്ന മാതിരിയാണ് വേദന. വെള്ളം ഇറക്കാൻ പറ്റില്ല. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുന്ന അവസ്ഥയാണ്. അപ്പോൾ അന്നേരമാണ് പരമാവധി മരുന്ന് കുറയ്ക്കണം. അത് ഇംഗ്ലീഷ് മരുന്നുകൊണ്ട് എനിക്ക് അലോപ്പതി മരുന്നുകൊണ്ട് ഫലം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഹോമിയോ ചോദിച്ചു. അപ്പോൾ ഹോമിയോയിലും കോൺസ്റ്റിപ്പേഷൻ മാറുന്നില്ല. എന്നിട്ടാണ് അന്നേരം ആയുർവേദ മരുന്ന് കഴിക്കുന്നു. ആയുർവേദ മരുന്നിലാണ് എനിക്ക് കോൺസ്റ്റിപ്പേഷൻ മാറി ഈ ഫിഷറിനും ആശ്വാസം കിട്ടുന്നത്. റബി ഡോക്ടർ അതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മരുന്ന് നല്ല ഫലം ചെയ്തു. എനിക്ക് അവിടെ ആയുർവേദമാണ് എന്നെ തുണച്ചത്. നമ്മൾ ഈ അലോപ്പതി, മോഡേൺ മെഡിസിൻ എന്നൊക്കെ പറയുമ്പോൾ അത് മാത്രം പോരാ. നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ ഈ ക്യാൻസർ പോലുള്ള അവസ്ഥയിൽ നിർബന്ധമായിട്ട് കീമോ ചെയ്യണം. അവയവങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്നത് എത്രയും പെട്ടെന്ന് സ്റ്റോപ്പാക്കാൻ കീമോ പോലെ അലോപ്പതി മെഡിസിൻ പോലെ മറ്റൊന്നും ഫലിക്കുകയില്ല. പക്ഷേ അത്രയും സീരിയസ് അല്ലാത്ത അവസ്ഥയിൽ തീർച്ചയായിട്ടും ഹോമിയോ ഫലിക്കും. ഞാൻ അതാണ് ചെയ്തിട്ടുള്ളതും അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 കീമോ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായി. നടക്കാൻ വയ്യ. കാല് രണ്ടും മന്ത് വന്ന പോലെ കാല് വീർത്തിരിക്കുന്നു. നടക്കാൻ വയ്യ, ബുദ്ധിമുട്ട്. പുകച്ചിലും കാലിൻ്റെ മുട്ടിന് ചോടേക്ക് 24 hours പുകയും. ഉറങ്ങാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഉപ്പ് വെള്ളത്തിൽ വെച്ച് നോക്കും, വെളിച്ചെണ്ണ പുരട്ടി നോക്കും, കുറേ ലോഷൻ പുരട്ടി നോക്കും. എന്നിട്ട് ഇത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളം വരെ പോയിട്ട് ഒരു ഫലവും കിട്ടാതെ തിരിച്ചു വന്നു. കുറേ ലക്ഷം അവിടെയും ചിലവായി. അപ്പോഴൊക്കെ ഈ എറണാകുളത്ത് 2 ഓങ്കോളജിസ്റ്റിനെ കാണിച്ചിരുന്നു. അമൃതയിലും കാണിച്ചിരുന്നു, വേറൊരു ഹോസ്പിറ്റലിലും കാണിച്ചു. ഇവരാരും തന്നെ നിങ്ങളൊന്ന് ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് നോക്കൂ എന്ന് പറഞ്ഞില്ല. എനിക്കെന്നെ അറിഞ്ഞും കൂടാ. അതുകൊണ്ടാണ് ഞാൻ ഈ എൻ്റെ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി വിഷമിക്കരുത് എന്ന് കരുതിയിട്ട് എൻ്റെ വിചാരം ക്യാൻസർ വന്നാൽ അതിനോടനുബന്ധിച്ച് വരുന്ന അസുഖങ്ങളൊക്കെ ഓങ്കോളജിസ്റ്റ് തന്നെ ചികിത്സിക്കും എന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അവർ തരുന്ന മരുന്ന്
അത്രയും ആപ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം എന്നില്ല. അപ്പോൾ അതാത് സ്പെഷ്യലിസ്റ്റിനെ, ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞേ, കണ്ണിനാണ് വരുന്നതിൻ്റെ കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുക. ന്യൂറോപ്പതി ആണെങ്കിൽ ന്യൂറോളജിസ്റ്റിനെ കാണിക്കുമെന്ന് അവർ ഈ 3 ഓങ്കോളജിസ്റ്റുകളും എന്നോട് പറഞ്ഞില്ല. അതെനിക്ക് വളരെ സങ്കടവും വിഷമമുണ്ട്. അങ്ങനെ പല പരീക്ഷണങ്ങളും കഴിഞ്ഞ് കുറേ ലക്ഷങ്ങൾ വെറുതെ ഈ ന്യൂറോപ്പതിക്ക് വേണ്ടി നഷ്ടമായി. ന്യൂറോപ്പതി മാറ്റുക എന്നുള്ളതിലേക്കായി എൻ്റെ കോൺസെൻട്രേഷൻ. അങ്ങനെ 6 കീമോ കഴിഞ്ഞിട്ടുള്ള പെറ്റ് സ്കാനിൽ എൻ്റെ കൂടെ ഞാൻ ആയുർവേദം കഴിക്കുന്നുണ്ട്, ഹോമിയോ കഴിക്കുന്നുണ്ട്, അലോപ്പതിയും കഴിക്കും. ഇതൊക്കെ ഞാൻ കഴിച്ചതാണ്, ഞാൻ ചെയ്തതല്ലേ പറയാൻ പറ്റുള്ളൂ. റബി ഡോക്ടറെ കാണിച്ചതിനും റബി ഡോക്ടറെ വിളിച്ചതിനും ഒക്കെ എൻ്റെ വാട്സപ്പിൽ തെളിവുണ്ട്. എൻ്റെ അടുത്ത് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. ആർക്ക് കാണണം? ഇവിടെ വാ, വീട്ടിൽ വാ. പിന്നെ ഹോമിയോ എനിക്ക് മരുന്ന് ഡോക്ടർ അയച്ചു തന്നതിന് എൻ്റെ വാട്സപ്പിൽ തെളിവുണ്ട്. പ്രശാന്തി ഹോമിയോയിൽ നിന്നും ഇപ്പുറത്തെ കൗസർ കോംപ്ലക്സിലെ ഹോമിയോയിൽ നിന്നും ഞാൻ മരുന്ന് വാങ്ങി കഴിക്കുന്നുണ്ട്. ഇപ്പോഴും മരുന്ന് വാങ്ങുന്നുണ്ട്. ഇതാ മരുന്നുകൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ പറയാം അത് ഏതിനാണ് എവിടെയാണ് ഉപകാരപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കീമോ കഴിഞ്ഞ് എടുത്ത പെറ്റ് സ്കാനിൽ ക്യാൻസർ മാറിയിട്ടുണ്ട്. മുഴുവൻ അപ്രത്യക്ഷമായിരുന്നു. ബോത്ത് ഖുഷി, സന്തോഷം. മഹാത്ഭുതം സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ആ കീമോ കഴിഞ്ഞ് ഈ ന്യൂറോപ്പതിയുടെ വിഷമം ഇല്ലായിരുന്നെങ്കിൽ കൊതുക് കേട്ടോ, കൊതുക് ഞാൻ ഓക്കെ ആയേനെ. കാരണം എൻ്റെ അനിയത്തി വന്നിരുന്നു, അവളെന്നെ നന്നായി നോക്കിയിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ ശ്രീകുമാർ എന്ന് പറഞ്ഞ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട്, അവന് കൃഷിയുണ്ട്, പിന്നെ വീട്ടിലും പച്ചക്കറികളും തെങ്ങും ഒക്കെ ഉണ്ട്. അടുക്കളയുടെ ഒരു ഭാഗം നിറച്ച് ഇളനീര് കൊണ്ട് തന്നിട്ടുണ്ട്. എനിക്കത് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവൻ നിലനിർത്തിയത് അവൻ കൊണ്ട് തന്ന ഇളനീരിലാണ് ആ കാലത്ത്. പിന്നെ ഒരു ചാക്ക അരി കൊണ്ട് തന്നു, നെല്ല് അവൻ തന്നെ കൃഷി ചെയ്ത് അരി കൊണ്ട് തന്നു. പിന്നെ പല മനുഷ്യരും പല രീതിയിൽ എന്നെ സഹായിച്ചു. പക്ഷെ അന്ന് എനിക്ക് ഒരു അറിവില്ലായ്മ എനിക്ക് പറ്റിയത്, പിന്നെ ഈ ഫിഷർ വന്നപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളുണ്ട് എന്നത് എനിക്ക് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. നമ്മുടെയൊക്കെ ധാരണ ഈ പൈൽസ് ഫിഷറൊക്കെ വരുമ്പോൾ ചിക്കൻ കഴിക്കരുത്, മുട്ട കഴിക്കരുത്, വേറൊന്നും എനിക്ക് ഫ്രൂട്ട്സ് പാടില്ല എന്നുള്ളത് എനിക്ക് അറിവില്ലായിരുന്നു. അപ്പോൾ ഈ പ്ലേറ്റ്ലെറ്റ് കൂടാനും മറ്റും പിന്നെ പപ്പായ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പായ കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ പപ്പായ ക്യാൻസറിന് ഈ ഫിഷറിന് വളരെ വിരുദ്ധമാണ്. ഫിഷർ വർദ്ധിപ്പിക്കും, ചൂടുണ്ടാക്കുന്ന ഫ്രൂട്ട്സ് ആണല്ലോ അത്. പിന്നെ ചക്ക ക്യാൻസർ മാറാൻ നല്ലതാണ് എന്നൊക്കെ കേട്ടിട്ട് ചക്കയെ നന്നായിട്ട് കഴിക്കാറുണ്ടായിരുന്നു. നന്നായിട്ട് എന്നല്ല, കഴിക്കാറുണ്ടായിരുന്നു അത്. പക്ഷെ അതൊക്കെ ഫിഷറിനെ. പിന്നെ ഞാൻ ഒരുവിധം എൻ്റെ അസുഖങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ആയുർവേദ ഹോസ്പിറ്റൽ നേരിട്ട് പോയിട്ടാണ് മരുന്ന് വാങ്ങാറും റബി ഡോക്ടറെ കാണാറും. അപ്പോൾ അവിടെ റബി ഡോക്ടറെ കൺസൾട്ടിങ് റൂമിൻ്റെ പുറത്ത് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. അതിലാണ് ഞാൻ ഈ ഫ്രൂട്ട്സൊക്കെ കണ്ടത്. ദൈവമേ, ഇതൊക്കെയല്ലേ ഞാൻ ഈ കീമോൻ്റെ സമയത്ത് ഫിഷർ കൊണ്ട് പ്രസവ വേദന പോലെ ബുദ്ധിമുട്ടുന്ന വേദനയുള്ള സമയത്ത് ഞാൻ അതൊക്കെ കഴിച്ചു പോയല്ലോ എന്നെനിക്ക് തോന്നിയത്. അന്ന് ഡോക്ടറും ആ ഫുഡിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി. ഡോക്ടർ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് അറിയുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അതായിരിക്കണം ഇന്ന് കഴിക്കാൻ പാടില്ല എന്നുള്ളത് എന്നോട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഫിഷർ ഡോക്ടർ മാറ്റിത്തന്നു, ആയുർവേദ മരുന്നിലൂടെ മാറ്റിത്തന്നു. അപ്പോൾ ഞാൻ ആയുർവേദം എനിക്ക് ഈ ക്യാൻസർ ചികിത്സയിൽ വളരെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഈ ക്യാൻസർ ചികിത്സ എന്ന് വെച്ചാൽ ക്യാൻസറിൻ്റെ അനുബന്ധ രോഗങ്ങളും എല്ലാം. അടുത്തത് അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെസ്കോ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഏകദേശം 9 എണ്ണത്തിന് കാശ് കൊടുത്തു. ഫെസ്കോ ഇഞ്ചക്ഷൻ എടുക്കുന്നു. നട്ടലിനെ ബലപ്പെടുത്താനായിട്ട് വേറൊരു ഇഞ്ചക്ഷനും ZA എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇഞ്ചക്ഷനും എടുത്തുകൊണ്ടിരിക്കുന്നു. 8 മാസം കഴിഞ്ഞിട്ട് അടുത്ത. അപ്പം ഞാൻ ഈ ന്യൂറോപ്പതി വന്നപ്പോൾ ഞാനൊരു വൈദ്യരുടെ മരുന്നും കഴിച്ചിരുന്നു. പക്ഷേ എനിക്ക് മാറിയില്ല. പക്ഷേ അതേ വൈദ്യർ കൊല്ലത്ത് ഒരുപാട് പേരുടെ ക്യാൻസർ മാറ്റിയിട്ടുണ്ട്. വയനാട്ടിലുള്ള വൈദ്യരാണ് ക്യാൻസർ മാറ്റിയിട്ട്. എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരത്തുള്ളൊരു സതീഷേട്ടനാണ്. സതീഷേട്ടൻ്റെ ഭാര്യയെ RCCന്ന് കൈവിട്ടിട്ട് ഈ വൈദ്യരുടെ മരുന്ന് കൊണ്ടാണ് ക്യാൻസർ മാറിയത്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് എൻ്റെ ക്യാൻസർ മാറിയിട്ടുണ്ടല്ലോ, മാറിയ ഘട്ടത്തിലാണ് ഈ വൈദ്യരെക്കുറിച്ച് അറിയുന്നത്. എനിക്കുള്ള പ്രശ്നം ന്യൂറോപ്പതിയാണ്. പുകച്ചിൽ, വേദന, കടച്ചിൽ, കനം, ബോഡി മൊത്തം നീര് വെച്ചിട്ടുള്ള കനം, മുഖമൊക്കെ നീര് വെച്ച് വീർത്ത്, നട്ടലിന് ഒരു ചെങ്കല്ലെടുത്ത് വെച്ച പോലെ വെയിറ്റ്, ഇതൊക്കെയുള്ള അവസ്ഥയിൽ. അപ്പോൾ ഞാൻ ആ വൈദ്യരോട് വരാൻ പറഞ്ഞു. വൈദ്യർ വീട്ടിൽ വരാൻ പറഞ്ഞു. അയാൾ ഒരു 10,000 രൂപയോളം വരുന്ന മരുന്ന് കൊണ്ടുവന്നു. ആ മരുന്ന് ഞാൻ കൃത്യമായി കഴിച്ചു. വലിയ പാടാ കഷായമൊക്കെ ഉണ്ടാക്കി കുടിക്കുക. ആ കഷായത്തിൻ്റെ ചുവ തന്നെ ഛർദ്ദിക്കാൻ വരും. ഭയങ്കര പാടാണ് ആ മരുന്ന് കഴിക്കൽ. എങ്കിലും കഴിച്ചു.
മാറുമെന്ന് എഴുതിയിട്ട് 1 മാസം കഴിച്ചിട്ട് ഒരു 5% പോലും കുറഞ്ഞില്ല. അതോടെ ഞാൻ സതീഷേട്ടനോട് പറഞ്ഞു, സതീഷേട്ടാ എനിക്ക് അത് ഒരു 5% കുറഞ്ഞിരുന്നെങ്കിൽ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ആ വൈദ്യരെ ഒരു തവണയും കൂടെ വന്നു. ആ വൈദ്യർ മാറും എന്ന് പറഞ്ഞിട്ട് അന്ന് കൊണ്ടുവച്ച മരുന്ന് ഇപ്പോഴും അലമാരയിൽ ഇരിപ്പുണ്ട്, ഞാൻ കഴിച്ചിട്ടില്ല. അത് അന്നും 8000 രൂപയോളമുള്ള കഷായം കൊണ്ടു തന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 8 മാസം കഴിഞ്ഞിട്ട് അപ്പോൾ ആ ന്യൂറോപ്പതീൻ്റെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ ഞാൻ ഹോമിയോ എല്ലാം കൂടെ കഴിക്കാൻ വയ്യ, അലോപ്പതി ആയുർവേദ ഹോമിയോ വയ്യ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോമിയോ തൽക്കാലം അന്നേരം നിർത്തിയിരുന്നു. 8 മാസം ന്യൂറോപ്പതി ആയിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം. പിന്നെ ഹോമിയോ മരുന്നുകൊണ്ട് ന്യൂറോപ്പതിക്ക് അന്ന് ഗുണമൊന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഈ 8 മാസം കഴിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നീട് എടുത്ത പെറ്റ് സ്കാനിലാണ് ശ്വാസകോശത്തിന് നടുവിലെ കുറേ ലിംഫ് നോഡ്സിൽ ഒരു 1-2 സെൻറ്റിമീറ്ററിന് മുകളിലേക്കും ബാക്കിയുള്ള 5-8 ലിംഫ് നോഡ്സിൽ കുറച്ചായിട്ടൊക്കെ പുതുതായിട്ട് വന്ന ക്യാൻസർ, മുമ്പില്ലാതെ പുതുതായിട്ട് വന്ന ക്യാൻസർ. അത് ഡോക്ടർക്കും ഒരു നമ്മൾ ഇത്രയും ഇഫക്റ്റീവാണ് എന്ന് വിചാരിച്ചിട്ടെടുത്ത, എന്നെ സംബന്ധിച്ച് ഭാരിച്ച സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയ ഈ ഫെസ്ഗോ ഇഞ്ചക്ഷനും ഫലം കിട്ടുന്നില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്ടർ ആ ഇത് തെറാപ്പി പെറ്റ് സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ, മെഡിക്കൽ ബോർഡ് ചേർന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്താ പറയാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്നിട്ട് അടുത്ത തവണത്തേക്ക് എനിക്ക് പറഞ്ഞത് US തന്നെയുള്ള വേറൊരു ഇഞ്ചക്ഷൻ്റെ 5 ലക്ഷമാണ് ആ ഇഞ്ചക്ഷൻ്റെ വില. 5 ലക്ഷം 1+1 എന്നുള്ള രീതിയിൽ, അതായത് 3 ആഴ്ച കൂടുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണം. 2 ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ 5 ലക്ഷം കൊടുക്കണം. അപ്പോൾ 6 ആഴ്ച കൂടുമ്പോൾ 5 ലക്ഷം കൊടുക്കണം. ഒരു ഇഞ്ചക്ഷൻ്റെ വില 5 ലക്ഷം തന്നെയാണ്. പക്ഷെ അവരൊരു ഓഫർ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ എല്ലാം ഓഫറാണല്ലോ, ഓഫർ എന്നുള്ള രീതിയിൽ 1+1 ആക്കിയിട്ട് തരുന്നു. ലൈഫ് ലോങ് എടുക്കാൻ പോകണം. എവിടെ പറ്റാൻ 5 ലക്ഷം രൂപ 6 ആഴ്ച കൂടുമ്പോൾ എവിടെ നിന്ന് ഉണ്ടാക്കാൻ? മൊത്തം തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എന്തായാലും പറ്റില്ല എന്ന്. പിന്നെ വേറെ ഞാൻ ചോദിച്ചു, ഇമ്മ്യൂണോതെറപ്പിയോ ഹോർമോൺ തെറപ്പി ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ ഡോക്ടർ, അതെന്തെങ്കിലും പറ്റുമോ? ഇല്ല, ഇതാണ് ഇതിന് പറ്റിയത് എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ എടുക്കണ ഫെസ്കോ ഫലിക്കുന്നില്ലെന്ന് മനസ്സിലായി. ഫെസ്കോ എടുത്തുകൊണ്ടിരുന്നിട്ടും എനിക്ക് 8 മാസം കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും വന്നില്ല. അതും പുതുതായി വന്നു, അതും നല്ല വലിപ്പത്തിൽ തന്നെ വന്നു, 5-8 ലിംഫ് നോഡ്സിൽ വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഈ ഫെസ്കോനെ കണ്ടിന്യൂ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, മറ്റേത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി പറ്റില്ലെങ്കിൽ, എന്നിട്ട് 3 മാസം കൂടുമ്പോൾ പെറ്റ് സ്കാൻ എടുത്ത് നോക്കിയിട്ട് വീണ്ടും കാണുകയാണെങ്കിൽ വീണ്ടും കീമോ തുടങ്ങാമെന്ന്. ഞാൻ ഏറ്റവും വിഷമിച്ച സമയം അതായിരുന്നു. കാരണം ആദ്യത്തെ തവണ മാറിയപ്പോൾ ഭയങ്കരമായിട്ട് ആശ്വസിച്ചതാണല്ലോ, മഹാത്ഭുതമാണ് സംഭവിച്ചത്, ആശ്വസിച്ചതാണ്. ഞാനിങ്ങനെ കഥ പറയും പോലെ പറഞ്ഞു പോവുകയാണ്, കേൾക്കാൻ പറ്റുന്നവർ കേൾക്കുക. എൻ്റെ യാത്ര ഇതാണ്, സത്യസന്ധമായിട്ട് 100% സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഡോക്ടർ അത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഹോമിയോ ഡോക്ടറെ വിളിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പെറ്റ് സ്കാൻ റിപ്പോർട്ടെല്ലാം അയച്ചു കൊടുത്തു. പിന്നെ അപ്പോൾ ഡോക്ടറും കുറച്ച് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവണം. എനിക്ക് വീണ്ടും ഈ വന്ന ക്യാൻസറിനെ മാറ്റാനും ക്യാൻസർ വീണ്ടും വരാതിരിക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും അവരുടേതായ രീതിയിലുള്ള മെഡിസിൻ തരുന്നു. ഞാൻ കൃത്യമായിട്ട് ഹോമിയോ മെഡിസിൻ, പിന്നെ എനിക്ക് ഫെസ്കോ ഇങ്ങനെ 3 ആഴ്ച കൂടുമ്പോൾ, ഈ കഴിഞ്ഞ തവണ പോലും ഞാൻ പോയി എടുത്തിട്ടുണ്ട്. ഇനി 27-ാം തീയതിയാണ് പോകേണ്ടത്. പിന്നെ വേറെ മരുന്നൊന്നും MBRന്ന് തരുന്നില്ല. ഇനി നിങ്ങൾക്ക് ആണെങ്കിൽ എൻ്റെ ഏറ്റവും പുതിയ ഡിസ്ചാർജ് സമ്മറിയാണിത്. ഇത് ഞാൻ കാണിക്കാം. ഇവിടെ ഡേറ്റ് വരുന്നു. ഈ ഫെസ്ഗോ എന്ന് ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൽ ഫെസ്ഗോ എന്ന് ഇവിടെ ഉണ്ടാവും. ഫെസ്ഗോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്ന മരുന്ന് വിറ്റാമിൻ D, വിറ്റാമിൻ B കോംപ്ലക്സ്, പിന്നെ ഇത് കൈ തരിപ്പിനുള്ളൊരു ഗുളികയും, പിന്നെ ഈ താഴെ എഴുതിയ ഗുളിക അതിൻ്റെ പേര് ആൽബൻഡസോള, അനാസ്ട്രസോൾ. അത് ഈ ബ്രസ്റ്റ് ക്യാൻസറിനെതിരെ ഉള്ളതാണ്. അത് പക്ഷെ ഞാനത് കഴിക്കുന്നില്ല. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു അമ്മിക്കല്ലെങ്ങനെ എടുത്ത് കുത്തിയതുപോലെ വേദനയാണ് ബോഡി മുഴുവൻ. പിന്നെ ഒരു തരത്തിലും പറ്റുന്നില്ല. ജോയിൻറ്റുകളൊക്കെ വേദന. ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞാൻ ആകെ MBRന്ന് കഴിക്കുന്നത് വിറ്റാമിൻ Dയും വിറ്റാമിൻ B ഗുളികയും മാത്രം. എൻ്റെ ഈ ന്യൂറോളജിസ്റ്റിനെ ഞാൻ കാണിച്ചത്, സൗമ്യ ഡോക്ടർ വെരി ബെസ്റ്റ് ഡോക്ടറാണ്.
നല്ല ഡോക്ടറാണ്, നല്ല പെരുമാറ്റമാണ്. അവർ തന്ന മരുന്നും എനിക്ക് പറ്റിയതാണെന്ന് കരുതിയാണ് തന്നത്. പക്ഷേ ഒരു മാസം മുഴുവൻ കഴിച്ചിട്ടും അതിലും എനിക്കൊരു 5% പോലും മാറ്റം വന്നില്ല. അപ്പോൾ വാദത്തിൻ്റെ ടെസ്റ്റും ഡോക്ടർ ചെയ്യിച്ചിരുന്നു. അപ്പോൾ വാദമൊന്നും ഇല്ല. ഇപ്പോൾ ന്യൂറോപ്പതി ഉണ്ട്. അതിന് പക്ഷേ ന്യൂറോളജിസ്റ്റ് മോഹനൻ ഡോക്ടർ ഒരു 5-8 മാസം മരുന്ന് വന്നു, മാറിയിട്ടില്ല. എന്നിട്ടാണ് ഞാനൊന്ന് മാറ്റി സൗമ്യ ഡോക്ടറെ കാണിച്ചു നോക്കിയത്. സൗമ്യ ഡോക്ടർ മിംസിലാണ്, കണ്ണൂർ മിംസിൽ. നല്ല ഡോക്ടറാണ്, നല്ല അറിവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും നല്ല ഡോക്ടറാണ്. പിന്നെ അവരെനിക്ക് ഒരു മാസത്തേക്ക് മരുന്ന് തന്നു. പക്ഷേ ഒരു 5% പോലും എനിക്ക് കുറഞ്ഞില്ല. പിന്നെ ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞ കഥ, എനിക്ക് രണ്ടാമത് ക്യാൻസർ വന്നപ്പോൾ ഹോമിയോയാണ് ഞാൻ പുതുതായി കഴിച്ചു തുടങ്ങി. ഹോമിയോ കഴിച്ചു. ഫലമില്ലാന്ന് തെളിയിക്കപ്പെട്ട ഫെസ്കോ മാത്രമാണ് ഞാൻ അലോപ്പതിയിൽ കഴിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴും ഈ എൻ്റെ ഡിസ്ചാർജ് സമ്മറിയിൽ എൻ്റെ പുതിയ ഡേറ്റ്, ഇനി പോകേണ്ട ഡേറ്റ് അടിയിൽ കാണുന്നുണ്ടാവും. ഇനി ഈ ഏപ്രിൽ 27-നാണ് എനിക്ക് പോകേണ്ടത്. ഇവിടെ ഡേറ്റ് ഉണ്ട്, നെക്സ്റ്റ് വിസിറ്റ് ഏപ്രിൽ 27 എന്ന് പറഞ്ഞാൽ അടിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രയും പുതിയ ഡിസ്ചാർജ് സമ്മറിയാണ്. ഇതിൽ തന്നെയും ഞാൻ ഒന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ അലോപ്പതിയിൽ എനിക്ക് പുതുതായി വന്ന ക്യാൻസറിനെ മാറ്റാനായിട്ട് ഒന്നും തരാനില്ല. 5 ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷൻ ആയിരുന്നു ഏറ്റവും പറ്റിയത്. പക്ഷെ അതെനിക്ക് ഫിനാൻഷ്യലി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഹോമിയോ കഴിച്ച് 3 മാസത്തോളം ഹോമിയോ കഴിച്ചു. അതിൻ്റെ കൂടെ ഈ ഫെസ്കോ ഞാൻ എല്ലാ 3 ആഴ്ച കൂടുമ്പോൾ പോയി എടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ ഇടാറുണ്ടല്ലോ, ഞങ്ങൾ MBRലേക്ക് പോവുകയാണ്, ഫെസ്കോ പോകണം എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റിൻ്റെ ഇഞ്ചക്ഷനാണ്, പക്ഷേ കുറേ വെയിറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ സ്ഥിരം ഇടാറുണ്ടല്ലോ. അപ്പോൾ ഈ ഫെസ്കോ വിറ്റാമിൻ ഗുളിക മാത്രമാണ് MBRന്ന് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഹോമിയോ ആണ് ഞാൻ കാര്യമായിട്ട് കഴിച്ചത്. ഹോമിയോ ഫലിച്ചതുകൊണ്ട് അടുത്ത പെറ്റ് സ്കാനിൽ ഒരു ലിംഫ് നോഡിൽ മാത്രം 10 mm ബാക്കിയുള്ള ലിംഫ് നോഡ്സ് എല്ലാം ക്യാൻസർ അപ്രത്യക്ഷമായിട്ടുണ്ട്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ. എനിക്ക് രണ്ടാമത് ക്യാൻസർ വന്നപ്പോൾ പ്രധാനമായും എന്നെ ഹെൽപ്പ് ചെയ്തത് ഹോമിയോ മരുന്നാണ്, ഈ ഡോക്ടറാണ് എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞൂടെ, എൻ്റെ കാര്യം എനിക്ക് പറഞ്ഞൂടെ. പിന്നെ അത് കഴിഞ്ഞ് ഇനി അടുത്ത പെറ്റ് സ്കാൻ ആയിട്ടില്ല, ജൂണിലാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ന്യൂറോപ്പതിക്ക് അദ്ദേഹം മരുന്ന് മാറ്റി തന്നു. ഇപ്പം ഞാൻ ന്യൂറോപ്പതിക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഹോമിയോ മരുന്നാണ്. ഇതുപോലുള്ള ബോട്ടിലിൻ്റെ 6 ബോട്ടിൽ മരുന്ന്. ഈ 6 ബോട്ടിൽ മരുന്നിൽ നിന്ന് 2 തുള്ളിയാണ് ഓരോ മരുന്ന് ഉപയോഗിക്കേണ്ടത്. അതുണ്ട്. പിന്നെ വേറെ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കേണ്ടതുണ്ട്, ഭക്ഷണത്തിന് ശേഷം കഴിക്കേണ്ടത്. ഇത്രയും മരുന്ന് മാത്രമേ ഉള്ളൂ. ഇത് 6 മാസത്തേക്കുള്ള മരുന്നാണ്. വെറും 1200 രൂപ. അതുപോലെ ഈ ഹോമിയോ എൻ്റെ അടുത്ത് ആ വീഡിയോയിൽ ചിലർ ചോദിച്ചിരുന്നു, തറവാട് വിറ്റോ, വലിയ പൈസ ആയിരിക്കും എന്നൊക്കെ. പിന്നെ ഒന്നുമില്ല, 150 രൂപ 200 രൂപയുടെ മരുന്നാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പോൾ അദ്ദേഹം ലണ്ടനിൽ നിന്ന് നാട്ടിൽ വന്നു കേട്ടോ. അതിലിടയ്ക്ക് ഇപ്പോൾ കണ്ണൂർ ആയുഷിൻ്റെ കോർഡിനേറ്ററാണ്. പിന്നെ ആരോ എന്നോട് അതിലിടെ പറഞ്ഞു, നിങ്ങൾ പൈസ വാങ്ങിയിട്ട് ഡോക്ടറെ പ്രൊമോട്ട് ചെയ്യുകയാണ്. ദൈവമേ രക്ഷ! എന്തിനാണ്? ഡോക്ടർക്ക് പ്രൈവറ്റ് പ്രാക്ടീസിന് സമയമില്ല സുഹൃത്തെ. അദ്ദേഹം വേറെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ പോലെ മിടുക്കനായ ഒരു ഡോക്ടറായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തിന് പ്രൈവറ്റ് പ്രാക്ടീസിന് സമയമില്ല. ഓഫീസ് ടൈമൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം ചെയ്യാൻ. അതിന് തന്നെ ഇഷ്ടം പോലെ പേഷ്യൻസ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം ലണ്ടനിൽ ഇരിക്കുമ്പോൾ പോലും ഞാൻ ഉൾപ്പെടെ പലരും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ വാട്സപ്പിൽ കൂടി ഈ ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ വിവരമില്ലാത്ത ആളൊന്നുമല്ല ഞാൻ. അതുപോലെ എത്രയോ ആളുകൾ വിദ്യാസമ്പന്നരായ അവർക്ക് ഫലം കിട്ടുന്നത് കൊണ്ടാണ്. അല്ലാതെ നമുക്ക് അന്ധവിശ്വാസം കൊണ്ടോ വിവരക്കേട് കൊണ്ടോ അല്ല. നമുക്ക് ഫലം കിട്ടുമ്പോഴാണല്ലോ, നമ്മുടെ അസുഖം മാറുമ്പോഴാണല്ലോ നമ്മൾക്കത് അവിടെ വിശ്വാസം വരുന്നത്. അതിൽ മറ്റുള്ളവർക്ക് എന്തിനാണ് അത് ശരിയല്ല എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അസുഖം മാറുകയാണല്ലോ നമ്മുടെ ആവശ്യം. സമാധാനമായിട്ടും വേദനയില്ലാതെയും സ്വസ്ഥമായിട്ടും ജീവിക്കുക. പെറ്റ് സ്കാൻ റിപ്പോർട്ട് ഇതിൻ്റെ തെളിവല്ലേ. പിന്നെ പെറ്റ് സ്കാൻ അലോപ്പതിയിൽ ഹോമിയോയിൽ ടെസ്റ്റ് ഉണ്ടോ? ഇതൊക്കെ വളരെ ബാലിശമായ ചോദ്യങ്ങളാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ് ടെസ്റ്റൊക്കെ നടത്തുന്നത് മെഷീനുകൾ വെച്ചിട്ടല്ലേ. മെഷീനിന് അലോപ്പതി ഹോമിയോ ഒന്നുണ്ടോ? മെഷീൻ ആർക്കായാലും കിട്ടുമല്ലോ. ഓക്കെ, അത്തരം ചർച്ചകളിലേക്ക് ഞാൻ പോകുന്നില്ല. ചിലർ ഞാൻ പിടിച്ച മുയലിന് 10 കൊമ്പ് എന്ന് തന്നെ പറയും. നിങ്ങൾ മുയലിന് 10 കൊമ്പല്ല 12 കൊമ്പാണ്. ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്നത് സുഹൃത്തുക്കളെ എൻ്റെ അനുഭവമാണ്, എൻ്റെ ജീവിതമാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ന്യൂറോപ്പതിക്ക് ഈ മരുന്ന് ഇത് പുതുതായി ഡോക്ടർ തന്ന മരുന്നാണ്.
ആ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ എന്താ പറയണ്ടേ, ദൈവം സാക്ഷി അല്ലെങ്കിൽ ഞാൻ സാക്ഷി, വളരെ വ്യത്യാസം തോന്നുന്നു എനിക്ക്. ആ നട്ടലിൽ കല്ല് വെച്ച പോലുള്ള കനം വളരെ കുറഞ്ഞു തുടങ്ങി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അങ്ങനെ വളഞ്ഞു കുത്തിയൊക്കെ നടന്നിരുന്ന എനിക്ക് നിവർന്ന് നടന്ന് മെല്ലെ എഴുന്നേറ്റ് വരാൻ പറ്റുന്നു. ഒരു 30% ആണ് കേട്ടോ. അതിപ്പോൾ ഒരാഴ്ചയായുള്ളൂ കഴിക്കുന്നുള്ളൂ. ഒരാഴ്ച കൊണ്ട് ഒരു 30% വ്യത്യാസമാണ് എനിക്ക് കാണുന്നത്. എന്തായാലും ന്യൂറോപ്പതിയിലെ മരുന്നൊന്നും, ന്യൂറോളജിസ്റ്റിൻ്റെ മരുന്ന് എനിക്ക് ഫലിച്ചില്ല. അത് ഒരിക്കലും നല്ല ഡോക്ടറാണ് മോഹനൻ ഡോക്ടർ, ബേബി മെമ്മോറിയൽ ന്യൂറോളജിസ്റ്റ്. അത്ര തന്നെ നല്ല ഡോക്ടറാണ് മിംസിലെ സൗമ്യ ഡോക്ടർ. അവരെ മരുന്നും നല്ലതാണ്, പക്ഷെ എൻ്റെ ശരീരത്തിന് പറ്റുന്നില്ല. ഓരോ ശരീരത്തിന് ഓരോന്നല്ലേ പറ്റുക. അപ്പം എൻ്റെ ശരീരത്തിന് പറ്റിയില്ല. അത് എൻ്റെ ശരീരത്തിന് ഇത് പറ്റുന്നു, എനിക്ക് റിസൾട്ട് കിട്ടുന്നു. ആ റിസൾട്ടാണല്ലോ നമ്മുടെ ആവശ്യം. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇനി എൻ്റെ പെറ്റ് സ്കാൻ അടുത്ത ജൂണിലാണ്. അപ്പോൾ ആ ഒരു ലിംഫ് നോഡ്സിലുള്ളതിന് എന്ത് സംഭവിച്ചു എന്ന് അപ്പോഴറിയാം. പിന്നെ ഈ 5 ലക്ഷം കൊടുത്ത് അലോപ്പതി ചികിത്സ നടത്താൻ എനിക്ക് നിവൃത്തിയില്ല. സത്യത്തിൽ ഞാൻ ഈ ഹോമിയോ ഡോക്ടറോട് പറയാറുണ്ട്, റബി ഡോക്ടറോട് പറയാറുണ്ട്, നിങ്ങളൊക്കെ പിന്നെ അതൊക്കെ പൈസ സാമ്പത്തികമായിട്ട് വളരെ കുറച്ചല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയ ചിലവിൽ സാധാരണക്കാർക്കൊക്കെ മാറുമെങ്കിൽ എത്ര നല്ലതായിരുന്നു. മലപ്പുറം വണ്ടൂരുണ്ട് ആരോ ആ പോസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, എനിക്കും വർഷങ്ങളായിട്ട് അറിയാം. അത് പക്ഷേ എനിക്ക് ഈ നട്ടെല്ല് തകർന്നു പോയതുകൊണ്ട് യാത്ര ചെയ്യാനൊന്നും വയ്യാത്തതുകൊണ്ടാണ്. മലപ്പുറം വണ്ടൂർ ഗവൺമെൻറ് ഹോമിയോ ക്യാൻസർ ഡിസ്പെൻസറി, ക്യാൻസറിനുള്ള ഹോമിയോ ചികിത്സ ഫലപ്രദമായി നടത്തുന്ന സെൻ്ററാണ്. ഒരുപാട് പേര് മാറിയിട്ട് പോകുന്നുണ്ട്, കുറേ പേര് മരിച്ചും പോകുന്നുണ്ട്. അലോപ്പതിയിലും കുറേ പേര് മാറിപ്പോകുന്നുണ്ട്, കുറേ പേര് മരിച്ചും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഗവൺമെൻറ് തന്നെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ അവിടെ വന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പോലും ആളുകൾ അവിടെ വന്ന് ചികിത്സ എടുക്കുന്നുണ്ട് അത്രേ. അവിടെ പോയിട്ട് ചികിത്സ എടുത്തവർ പറഞ്ഞിട്ടുണ്ട്. കുറേ എല്ലാ വൈദ്യശാസ്ത്ര ശാഖയിലുള്ളതുപോലെ കുറേ പേർക്ക് മാറുന്നുണ്ട്, കുറേ പേർക്ക് അത് അവയവങ്ങളെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ഇനിയും എനിക്ക് റിസൾട്ട് കിട്ടുന്ന മാർഗങ്ങൾ എന്ത് തന്നെയായാലും ഞാൻ പരീക്ഷിക്കും. ഞാൻ സൈക്കോതെറപ്പി ഞാൻ വേണ്ട വിദ്യ ഉപയോഗിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. കൊതുകാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ആകെ ഒരു ഞെളിവിരി കൊള്ളുന്നത് അവിടെ കൊതുകടിക്കുക. ഞാൻ എണീറ്റ് ഫാൻ ഇടാമെന്ന് വെച്ചാൽ എൻ്റെ ഈ സംസാരം മുറിയുന്നുണ്ടാണ്. പിന്നെ എനിക്ക് റിസൾട്ട് കിട്ടുമെന്ന് തോന്നുന്ന എന്തു മാർഗവും ഞാൻ സ്വീകരിക്കും. അത് എൻ്റെ താല്പര്യമാണല്ലോ, എൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും താല്പര്യമാണ്. അതിൽ ആർക്കും ഉപദ്രവമില്ല എന്ന് തോന്നുന്നത് എൻ്റെ പോസ്റ്റിലിടുന്നു. പിന്നെ ആരും പൊട്ടന്മാരില്ല. അവനവന് സ്വീകാര്യമായതേ ആരും സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഓരോ പ്രാർത്ഥനാലയങ്ങൾ, ഞാൻ ഒന്നിൻ്റെ പേര് പറയുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഓരോ പ്രാർത്ഥനാലയങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടെ പോയാൽ മതി, ഒന്നും വേണ്ട, മാറ്റിക്കോളും, ആ ദൈവം മാറ്റിക്കോളും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും ചെയ്യണ്ട, ഇവിടെ വന്നിട്ട് പിന്നെ ധ്യാനം ഇരുന്നാൽ മതി, അങ്ങനെയൊക്കെ കുറേ പേര് പറയും. അവർക്ക് ഫലിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്ന് കരുതി ഞാൻ അതിന് പോവില്ല, മറ്റാളതിന് പോവില്ല. അതിൽ വിശ്വാസം വരുന്നവർ പോയിക്കോട്ടെ, അവർക്ക് ഫലം കിട്ടിക്കോട്ടെ. നമ്മളെന്തിന് മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് നമ്മൾ നിൽക്കണം? ഞാൻ ആരെയും ഉപദ്രവിക്കാൻ വരുന്നില്ല. ദയവായി എന്നെ അറിയാതെ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, എന്നെ തിരുത്താം, എനിക്ക് നിർദ്ദേശങ്ങൾ തരാം. പക്ഷേ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ വെറുതെ എന്നെ ആക്രമിക്കാൻ വരരുത്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചു എല്ലാവർക്കും മറുപടി, കുറേ പേർക്ക് ഞാൻ മറുപടിയൊക്കെ ഇടും, പിന്നെ എത്ര സമയം വേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങളുടെ മൊയിലിന് 10 കൊമ്പോ 12 കൊമ്പോ തന്നെയായിരുന്നോട്ടെ. ഓക്കെ, ഈ വീഡിയോയിൽ എൻ്റെ ചികിത്സാക്രമങ്ങളുണ്ട്. എൻ്റെ ഈ 3 ശാസ്ത്രശാഖകളും എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു തവണ പ്രധാനമായും അലോപ്പതി ചികിത്സയിലാണ് എനിക്ക് മാറിയത്, ഒരു തവണ പ്രധാനമായും ഹോമിയോയിലാണ് മാറിയത്. ഇനി അടുത്ത എന്താണെന്ന് നോക്കാം, അടുത്തത് ഇനി വേണ്ടി വരുമെന്നും നോക്കാം. എന്തായാലും ന്യൂറോപ്പതിക്കും എനിക്കിപ്പോൾ ഹോമിയോയിലാണ് ഫലം കിട്ടുന്നത്. മറ്റൊരു മെഡിസിനും എനിക്ക് ഫലിക്കുന്നില്ല. പൈസ ഒരുപാട് ചിലവായി. അലോപ്പതി മെഡിസിൻ വാങ്ങാൻ പോകുമ്പോൾ ഒരു മാസത്തേക്കുള്ള മെഡിസിന് ഏകദേശം 6000-7000 രൂപ മതിയാവില്ല. അതേസമയം ഹോമിയോ മരുന്ന് ഒരു മാസത്തേക്ക് 200 രൂപ 300 രൂപയാണ് ചിലവ് വരുന്നത്. ഇപ്പോൾ 6 മാസത്തേക്കുള്ള മരുന്നിനാണ് 1200 രൂപ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. പിന്നെ എനിക്ക് കൈ പൊക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞല്ലേ, ഈ മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോൾ നോക്കൂ, എൻ്റെ കൈക്കും എൻ്റെ ജോയിൻറ്റ് പെയിനും എല്ലാം മാറ്റം വന്നു.
പിന്നെ കഴുത്തിൻ്റെ വേദന എപ്പോഴും കുറച്ചുണ്ട്. അത് ഞാൻ എൻ്റെ പോസ്ചർ ശരിയില്ലാഞ്ഞിട്ടും കിടപ്പ് ശരിയില്ലാഞ്ഞിട്ടും കിടന്നിട്ട് ഫോൺ നോക്കാറൊക്കെ ഉണ്ട്. നമുക്ക് ചില ദുശീലങ്ങളൊക്കെ നമുക്കും ഉണ്ടല്ലോ, കിടന്നിട്ട് ഫോൺ നോക്കും. പിന്നെ എവിടെയെങ്കിലും ഇരുന്നാലും ഇങ്ങനെ ഈ കഴുത്തിന് സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടാണ് ഫോൺ നോക്കുന്നത്. അതൊക്കെ ഒന്ന് മാറ്റണം. അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഞാൻ ഇവിടെ പറഞ്ഞതിൽ സത്യത്തിൻ്റെ ശക്തിയുണ്ട്, സത്യത്തിൻ്റെ സൗന്ദര്യമുണ്ട്. അത് ഉൾക്കൊള്ളാൻ പറ്റുന്നവർ അത് ഉൾക്കൊള്ളുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. താങ്ക് യു, ബൈ ബൈ. നല്ലൊരു മഴ പെയ്യാൻ പ്രാർത്ഥിക്കണേ. ഇപ്പം അതാണ് ആഗ്രഹം. ഇന്നൊരു ചെറിയ മഴ പെയ്തു. ബൈ ഡിയേഴ്സ്, വീണ്ടും കാണാം.